കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ്റെ ക്ലാസ് 6 പാർട്ട് 2ലേക്ക് സ്വാഗതം. പാർട്ട് 2-ൽ നമ്മൾ പഠിക്കുന്നത് ലാൻഡ് റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആദ്യം തന്നെ ലാൻഡ് റിഫോംസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ഫ്രം റിച്ച് ടു പുവർ, ലാൻഡ് ഉള്ളവരിൽ നിന്ന് ഇല്ലാത്തവരിലേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. രണ്ടാമതായി റെഗുലേഷൻ ഓഫ് ഓണർഷിപ്പ്, ഓപ്പറേഷൻ, ലീസിംഗ്, സെയിൽ ആൻഡ് ഇൻഹെറിറ്റൻസ് ഓഫ് ലാൻഡ്. ഉടമസ്ഥാവകാശം, വിനിയോഗിക്കുന്ന രീതി, ലീസിന് കൊടുക്കുന്നത്, വിൽക്കുന്നത്, പിന്തുടർച്ചാവകാശം, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ റെഗുലേറ്റ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളുമാണ് ലാൻഡ് റിഫോംസ് എന്ന് പറയുന്ന ആ ഒരു ടേമിനുള്ളിൽ വരുന്നത്. ഇനി ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കേരള PSCയും UPSCയും പല എക്സാമുകൾക്കും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് ശ്രദ്ധയോടെ നമുക്ക് പഠിക്കാം. ടു എൻഹാൻസ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ലാൻഡ്, ലാൻഡിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക. ടു എൻഷുർ റീഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ആൻഡ് ടു ക്രിയേറ്റ് ഇഗ്ലറ്റേറിയൻ സൊസൈറ്റി, തുല്യതയുള്ളൊരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുക, തുല്യനീതി ഉറപ്പുവരുത്തുക. ഇതാണ് രണ്ടാമത്തെ ലക്ഷ്യം. ടു ക്രിയേറ്റ് എ സിസ്റ്റം ഓഫ് പെസൻറ്റ് പ്രൊപ്രൈറ്റർഷിപ്പ്, പെസൻസിന് പണ്ട് സ്വന്തമായിട്ട് ഭൂമി ഇല്ലായിരുന്നു. സ്വന്തമായിട്ട് ഭൂമി ഉണ്ടെങ്കിൽ അവർക്കും കൃഷിയിലേക്ക് ഇറങ്ങാനും ഒരു താല്പര്യവും തോന്നുകയുള്ളൂ. ടു ട്രാൻസ്ഫർ ദ ഇൻകം ഓഫ് ദ ഫ്യൂ ടു മെനി, കുറച്ച് പേരുടെ കയ്യിലിരിക്കുന്ന ഇൻകം കുറേ പേരിലേക്ക് എത്തിക്കുക. നമ്മൾ DPSP ഒക്കെ എയിം ചെയ്യുന്ന ഒരു തീമാണിത്. നെക്സ്റ്റ്, ഇനി ബ്രിട്ടീഷുകാരുടെ സമയത്തുള്ള ഒരു ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പഠിക്കേണ്ടതുണ്ട്. 3 തരത്തിലാണ് പ്രധാനമായിട്ടും ഉള്ളത്. ജമീന്ദാരി അല്ലെങ്കിൽ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം, പിന്നെ റൈറ്റ് വാരി, മഹൽവാരി. മൂന്നിൻ്റേതായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്. ചിലപ്പോൾ മോഡേൺ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ചോദിക്കാം ഈ ക്വസ്റ്റ്യൻസ്, അതുകൊണ്ട് നമുക്ക് പഠിക്കാം. സമീന്ദാരി സിസ്റ്റം 1793 കോൺവാലിസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഇന്ത്യയുടെ ഈസ്റ്റേൺ പാർട്സ് ആയിട്ടുള്ള ബംഗാൾ, ബീഹാർ, ഒഡീഷ, പിന്നെ വാരണാസി, ഈ മേഖലകളിലാണ് ഇത് നടപ്പിലാക്കിയത്. പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം എന്ന് അറിയപ്പെടാറുണ്ട്. കാരണം ഇത് കുറച്ച് കാലത്തേക്ക് പെർമനൻ്റ് ആയിരിക്കും റേറ്റ്, അപ്പോഴപ്പോഴും റിവൈസ് ചെയ്യില്ല. ജമീന്ദാർസ് വെർ റിക്കഗ്നൈസ്ഡ് ആസ് ദ ഓണേഴ്സ് ഓഫ് ലാൻഡ്, അവരെയാണ് ഭൂമിയുടെ ഉടമകളായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. ജമീന്ദാർസ് വെർ ഗിവൺ ദ റൈറ്റ് ടു കളക്ട് ദ റെന്റ് ഫ്രം ദ പെസൻസ്, ഇവരാണ് പെസൻസിൽ നിന്നും റെന്റ് കളക്ട് ചെയ്യുന്നത്, ജമീന്ദാർസ് ആണ്. Tax was to be paid in cash. Before introducing this system, the tax could be paid in kind. അപ്പോൾ നമ്മൾ പണ്ട് കാലത്ത് കേട്ടിട്ടുണ്ട്, ഇത്ര പറ നെല്ലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് നെല്ല് തന്നെയാണ് നമ്മൾ റെൻ്റായിട്ട് കൊടുക്കുന്നതെന്ന്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ക്യാഷായിട്ട് തന്നെയാണ് കൊടുക്കേണ്ടിയിരുന്നത്. അതുപോലെ തന്നെ ദ റിയലൈസ്ഡ് എമൗണ്ട് വുഡ് ബി ഡിവൈഡഡ് ഇൻ ടു 11 പാർട്സ്. കിട്ടുന്ന റെൻറ്റിനെ 11 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുകയും 11ൽ ഒരു ഷെയർ ജമീന്ദാർസിന് കൊടുക്കും. 1/11 ഷെയർ ബിലോങ്സ് ടു ജമീന്ദാർ ആൻഡ് 10/11 ഇത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും പോകും. നെക്സ്റ്റ്, റൈറ്റ് വാരി. റൈറ്റ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് ഫാമേഴ്സ് എന്നാണ്. ഇനി 1820 ഈ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. തോമസ് മൺറോ ആണ് ഇത് രൂപീകരിക്കുന്നത്. ദിസ് വാസ് ദ പ്രൈമറി ലാൻഡ് റവന്യൂ സിസ്റ്റം ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയുടെ പ്രൈമറി ലാൻഡ് റവന്യൂ സിസ്റ്റമാണ്. ഓർമ്മിക്കാൻ വേണ്ടി റൈത്ത് ബന്ധു സ്കീം എന്ന് പറയുന്ന ഒരു സ്കീം ഉണ്ടായിരുന്നു നമ്മുടെ ആന്ധ്ര, തെലങ്കാന ആ റീജിയനിൽ. അപ്പോൾ ആ ഒരു കാര്യം ഓർമ്മിക്കുകയാണെങ്കിൽ നമ്മുടെ സതേൺ ഇന്ത്യയിൽ നടപ്പിലാക്കിയതാണ് എന്നുള്ളത് ഓർമ്മിക്കുക. റൈറ്റ് വാരി ഏതൊക്കെ ഭാഗത്താണ് നോക്കിക്കുക, മദ്രാസ്, ബോംബെ, പാർട്സ് ഓഫ് ആസാം, കൂർഗ്, ഈ ഭാഗങ്ങളിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇൻ ദ റൈറ്റ് വാരി സിസ്റ്റം ദ ഓണർഷിപ്പ് ഓഫ് റൈറ്റ്സ് വെർ ഹാൻഡഡ് ഓവർ ടു പെസൻസ്. ഇവിടെ ഒരു പ്രത്യേകത, റൈറ്റ്സിന് തന്നെയാണ്, പെസൻസിന് തന്നെയാണ് ഇതിൻ്റെ ഓണർഷിപ്പ് ഉള്ളത്. ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് കളക്റ്റഡ് ടാക്സ് ഡയറക്ട്ലി ഫ്രം ദ പെസൻസ്. ഡയറക്റ്റായിട്ട് ബ്രിട്ടീഷുകാർ ഇവരിൽ നിന്ന് തന്നെ പിരിച്ചിരുന്നു. ദോ ഓണർഷിപ്പ് ഓഫ് ലാൻഡ് വാസ് വെസ്റ്റഡ് വിത്ത് ദ ഫാമേഴ്സിന് തന്നെയായിരുന്നു ഓണർഷിപ്പ് എങ്കിലും എക്സസീവ് ടാക്സ് എംപവറിഷ്ഡ് ദം. അതിഭീകരമായിട്ടുള്ള ടാക്സ് കാരണം അവരെല്ലാവരും കടക്കണിയിലായി. അതുമാത്രമല്ല, ഈ ടാക്സ് അപ്പോഴപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയും ചെയ്തിരുന്നു. നെക്സ്റ്റ്, മഹൽവാരി. മഹൽസ് എന്ന് പറയുമ്പോൾ വില്ലേജ് എന്നാണ് മീനിങ്. ഓക്കെ, 1822 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹോൾട്ട് മെക്കൻസിയാണ് ഇത് രൂപീകരിക്കുന്നത്. ദിസ് വാസ് ദ പ്രൈമറി ലാൻഡ് റവന്യൂ സിസ്റ്റം ഇൻ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ. അപ്പോൾ ഇന്നത്തെ ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ് ഈ മേഖലകളിലെല്ലാം ഇതായിരുന്നു ഉണ്ടായിരുന്നത്. ഇൻ ദി സിസ്റ്റം ദ ലാൻഡ് വാസ് ഡിവൈഡഡ് ഇൻ ടു മഹൽസ്, വില്ലേജസ് ആയിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തിരുന്നത്. ഈച്ച് മഹൽ കംപ്രൈസസ് 1 or more വില്ലേജസ്. ദ എൻറ്റയർ വില്ലേജ് ഓർ മഹൽ വാസ് കൺസിഡേർഡ് ആസ് എ സിംഗിൾ യൂണിറ്റ് ഫോർ ടാക്സ് കളക്ഷൻ. ഒറ്റ യൂണിറ്റായിട്ട് കണക്കാക്കും ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയുള്ള. അതിനുശേഷം വില്ലേജ് ഹെഡ്മാൻ അല്ലെങ്കിൽ വില്ലേജിലെ ഒരു പർട്ടിക്കുലർ കമ്മിറ്റിക്ക് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി കൊടുക്കും ടാക്സ് കളക്ട് ചെയ്യാനുള്ള. ഓണർഷിപ്പ് വാസ് വെസ്റ്റഡ് വിത്ത് പെസൻസ്. ഓണർഷിപ്പ് ഇവിടെ പെസൻറ്റിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. ടാക്സ് റേറ്റ് വാസ് എക്സസ് ഇൻ ദിസ് സിസ്റ്റം ടു. ഇവിടെയും ടാക്സ് ഭയങ്കര കൂടുതലായിരുന്നു. ഇത് പിന്നെ രണ്ടിൻ്റെ ഒരു ബ്ലെൻഡ് ആയിരുന്നു. മഹൽവാരി സിസ്റ്റം ഹാഡ് മെനി പ്രൊവിഷൻസ് ഓഫ് ബോത്ത് ജമീന്ദാരി ആൻഡ് റൈറ്റ് വാരി. രണ്ടിൻ്റെയും കൂടി ഒരു സമ്മിശ്രമായിട്ടുള്ളൊരു വ്യവസ്ഥയായിരുന്നു മഹൽവാരി സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് സമയത്ത് എന്തായിരുന്നു ഇന്ത്യയിൽ വന്നിരുന്ന ലാൻഡ് റിഫോം മെഷേഴ്സ് എന്ന് നോക്കാം.
After independence, the government appointed Agrarian Reform Committee under the chairman of J.C. Kumarappa for making an in-depth study of agrarian relations prevailing in the country. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമ്മിറ്റി എന്തൊക്കെയാണ് റെക്കമെൻഡ് ചെയ്തത് നോക്കിക്കേ. ദ കമ്മിറ്റി റെക്കമെൻഡ് ദാറ്റ് ഓൾ ഇൻ്റർമീഡിയറീസ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് ടില്ലർ ഷുഡ് ബി എലിമിനേറ്റഡ്. അപ്പോൾ അന്ന് സമീന്ദാർസ് പോലുള്ള ആൾക്കാരെ എലിമിനേറ്റ് ചെയ്യണം. ആൻഡ് ദ ലാൻഡ് മസ്റ്റ് ബിലോങ് ടു ദ ടില്ലർ സബ്ജക്ട് ടു സർട്ടൺ കണ്ടീഷൻ. പർട്ടിക്കുലർ വ്യവസ്ഥകൾക്കനുസരിച്ച് ആരാണോ അവിടെ കൃഷി ചെയ്യുന്നത് അദ്ദേഹത്തിന് തന്നെയാണ് ഈ ലാൻഡിൻ്റെ ഉടമസ്ഥാവകാശം നൽകണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ നമ്മൾ നടപ്പിലാക്കിയ ഒരു 5-6 ഘട്ടമായിട്ടാണ്. ആദ്യമായിട്ട് ജമീന്ദാർസിനെ അബോളിഷ് ചെയ്യുക എന്നുള്ളതാണ്, അബോളിഷൻ ഓഫ് ജമീന്ദാരി. ദിസ് റിഫോം ഇൻ 1950s abolished ജമീന്ദാരി സിസ്റ്റം ആൻഡ് അക്നോളജ്ഡ് ദ ഒക്കുപ്പൻസി റൈറ്റ്സ്. അതായത് ഒക്കുപ്പൻസി എന്ന് പറഞ്ഞാൽ ആരാണ്? പേഴ്സൺസ് ടു ഹൂം ദ ലാൻഡ് ആക്ച്വലി ബിലോങ്സ്. ആർക്കാണോ ലാൻഡ് യഥാർത്ഥമായിട്ട് ബിലോങ് ചെയ്യുന്നത് അവരുടെ റൈറ്റ്സിനെ അംഗീകരിച്ചു. ഓഫ് ദ പെസൻസിൻ്റെ റൈറ്റാണിത്. ഹവർ ഇറ്റ് ഫെയിൽ ടു റെക്കഗ്നൈസ് ദ ടില്ലേഴ്സ് റൈറ്റ്. ഇവിടെ കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ റൈറ്റ് പക്ഷേ പലരും പാട്ടത്തിനടുത്ത് ചിലപ്പോൾ കൃഷി ചെയ്യുമായിരിക്കും, സ്വന്തമായിട്ട് ഭൂമിയില്ലാതെ വേറൊരാളുടെ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന ഇവരുടെ റൈറ്റ്സ് പക്ഷേ അംഗീകരിക്കാൻ സാധിച്ചില്ല. ഇറ്റ് വാസ് സക്സസ്ഫുൾ ഇൻ സ്റ്റേറ്റ് ലൈക്ക് വെസ്റ്റ് ബംഗാൾ ആൻഡ് കേരള ഡ്യൂ ടു പൊളിറ്റിക്കൽ വിൽ ആൻഡ് സ്ട്രോങ് റൂറൽ മാസ് സോഷ്യൽ ബേസ്, ബട്ട് ഫെയിൽഡ് ഇൻ അതർ സ്റ്റേറ്റ്സ് ഡ്യൂ ടു ലാക്ക് ഓഫ് പൊളിറ്റിക്കൽ വിൽ, ബ്യൂറോക്രാറ്റിക് അപ്പത്തി, കറപ്ഷൻ ആൻഡ് ജമീന്ദാർസ് ഇൻഫ്ലുവൻസ് ഓൺ ദ ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ്. നമുക്ക് ആ പഞ്ചാബ്, ഹരിയാന, ഉത്തരേന്ത്യയിലൊക്കെ ഒരുപാട് ഭൂമിയുള്ള ഒത്തിരി സൊസൈറ്റിയിൽ അവരുടെ വാക്കുകൾക്ക് വിലയുള്ള ഒരുപാട് ജമീന്ദാർസ് ഉണ്ടായിരുന്നു. അത് കാരണം നടപ്പിലാക്കാൻ പറ്റിയില്ല ശരിക്ക്. ഇത് ടെനൻസി റൈറ്റ്സ് ആണ്. ദ സബ്സിക്വൻറ്റ് ലാൻഡ് റിഫോംസ് റിക്കഗ്നൈസ് ദ റൈറ്റ്സ് ഓഫ് ടെനൻസ്. ടെനൻസിൻ്റെ അവകാശം, കുടിയാന്മാരുടെ അവകാശം അംഗീകരിച്ചു. അക്കോർഡിംഗ് ടു ദ സെക്കൻഡ് 5-year പ്ലാൻ, അബോളിഷൻ ഓഫ് ഇൻ്റർമീഡിയറി ടെനേഴ്സ് ആൻഡ് ബ്രിങ്ങിങ് the tenants into direct relations with the state would give the tiller of the soil his rightful place in the agrarian system to provide him with full incentives for increasing agriculture production. അപ്പോൾ ടെനൻസിൻ്റെ റൈറ്റ് അംഗീകരിക്കുക, കുടിയാന്മാരുടെ അവകാശം അംഗീകരിക്കുക എന്നുള്ളതാണ്. ദെൻ ലാൻഡ് സീലിംഗ്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒത്തിരി ഏക്കർ കണക്കിന് സ്ഥലങ്ങളുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ ഒരു പർട്ടിക്കുലർ ലിമിറ്റ് മാത്രമേ ഭൂമി കയ്യിൽ വയ്ക്കാവൂ എന്ന് പറയുന്ന ഒരു പ്രൊവിഷനായിരുന്നു ലാൻഡ് സീലിംഗ്. ദ ടേം സീലിംഗ് ഓൺ ലാൻഡ് ഹോൾഡിംഗ് റെഫേഴ്സ് ടു ലീഗലി സ്റ്റിപ്പുലേറ്റഡ് മാക്സിമം സൈസ് ബിയോണ്ട് വിച്ച് നോ ഇൻഡിവിജ്വൽ ഫാമർ ഓർ ഫാം ഹൗസ് ഹോൾഡ് ക്യാൻ ഹോൾഡ് എനി ലാൻഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സീലിങ്ങിന് പുറമേ ഉള്ള ലാൻഡൊന്നും കൈവശം വയ്ക്കാൻ പറ്റില്ല. ലൈക്ക് ഓൾ അതർ ലാൻഡ് റിഫോംസ് മെഷേഴ്സ്, ദ ഒബ്ജക്റ്റീവ് ഓഫ് സച്ച് എ സീലിംഗ് ഈസ് ടു പ്രൊമോട്ട് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. ഇവിടെ കൃത്യമായിട്ട് ആ റീഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറയുന്ന ആ ലക്ഷ്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും തുല്യമായിട്ട് ലാൻഡ് ആക്സസ് ചെയ്യാനുള്ളൊരു അവകാശം ഉണ്ടാക്കിയെടുക്കുക. 1959 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താ തീരുമാനിച്ചത്? റിസോൾവ്ഡ് ദാറ്റ്, നാഗ്പൂർ സെക്ഷനാണ് റിസോൾവ്ഡ് ദാറ്റ് agrarian legislation to cover restrictions on the size of land holdings must be implemented in all states by the end of 1959. Accordingly, all state governments excepting the northeastern region imposed സീലിങ്സ് ഓൺ ലാൻഡ് ഹോൾഡിംഗ് 1960s. അപ്പോൾ ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ലാൻഡ് സീലിംഗ് എന്താണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സെഷനിലാണ് വേണമെങ്കിൽ അത് മോഡേൺ ഇന്ത്യയുടെ ഭാഗമായിട്ട് ചോദിക്കാം. ഏത് സെഷനിലാണ് ഈ ലാൻഡ് ഹോൾഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട റെസൊല്യൂഷൻ പാസ്സാക്കിയതെന്ന് ചോദിക്കാം. നാഗ്പൂർ റെസൊല്യൂഷൻ 1959 Next, land consolidation. The term consolidation of holdings refers to amalgamation and redistribution of the fragmented land with a view to bringing together all plots of land of a cultivator in one compact block. നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിൻ്റെയൊക്കെ പ്രധാന പ്രശ്നം ലാൻഡ് ഫ്രാഗ്മെൻറ്റേഷനാണ്. ഓരോ തലമുറ കഴിയും തോറും ലാൻഡ് ഇങ്ങനെ തുണ്ടാക്കി മക്കൾക്ക് കൈമാറും. പക്ഷേ അത് പിന്നെ ഒരു ഉപയോഗത്തിന് ഉണ്ടാകിയില്ല. നമുക്കൊരു മാസമായിട്ട് ലാൻഡ് അവൈലബിൾ ആയാലേ ഇപ്പോൾ പാഡി പോലുള്ള കൾട്ടിവേഷനൊക്കെ നടത്താൻ നമുക്ക് പ്രയോജനമുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ തുണ്ടായിട്ട് കിടക്കുന്ന ഭൂമിയെല്ലാം കൺസോളിഡേറ്റ് ചെയ്ത് ഒരുമിച്ച് ഒരു വലിയ ബ്ലോക്കാക്കി മാറ്റുക എന്നുള്ളതാണ്. ഹൗവർ, ഡ്യൂ ടു ലാക്ക് ഓഫ് അഡിക്വേറ്റ് പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട്, ദ പ്രോഗ്രസ് മെയ്ഡ് ഇൻ ടേംസ് ഓഫ് കൺസോളിഡേഷൻ ഓഫ് ഹോൾഡിംഗ് വാസ് നോട്ട് വെരി സാറ്റിസ്ഫാക്ടറി എക്സെപ്റ്റ് ഇൻ പഞ്ചാബ്, ഹരിയാന ആൻഡ് വെസ്റ്റേൺ ഉത്തർപ്രദേശ്. ഈ ഭാഗങ്ങളിലാണ് കുറച്ചെങ്കിലും ഈ ലാൻഡിനെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടാൻ സാധിച്ചത്. നെക്സ്റ്റ്, ഭൂദാൻ ആൻഡ് ഗ്രാംദാൻ മൂവ്മെൻറ്റ്. ദ ഭൂദാൻ മൂവ്മെൻറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 1951 ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ പെസൻറ്റ് അപ്രൈസിംഗ് ഇൻ തെലങ്കാന റീജിയൻ ഓഫ് ആന്ധ്രാപ്രദേശ്. ഈ ഭാഗത്തൊരു കർഷകരുടെ സമരം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരം മൂവ്മെൻറ്റ് വന്നത്. ആൻഡ് ആഫ്റ്റർ സം ഇയേഴ്സ് അനദർ മൂവ്മെൻറ്റ് നോൺ എസ് ഗ്രാമദാൻ 1957 ഉയർന്നു വന്നു. എന്താണ് ഒബ്ജക്റ്റീവ്? ദ ഒബ്ജക്റ്റീവ് വാസ് ടു പെർസുവേഡ് ലാൻഡ് ഓണേഴ്സ് ആൻഡ് ലീസ് ഹോൾഡേഴ്സ് ഇൻ ഈച്ച് കൺസേൺഡ് വില്ലേജ് ടു റിനൗൺസ് ദിയർ ലാൻഡ് റൈറ്റ്. അവർക്ക് ഒത്തിരി ലാൻഡ് റൈറ്റ് ഉണ്ടെങ്കിൽ കുറച്ച് അവർക്ക് ഉപേക്ഷിക്കാം.
after which all the lands would become the property of a village association for the egalitarian distribution and for the purpose of joint cultivation. കുറേ എന്ത് ചെയ്യുക, വിട്ടുകൊടുക്കുക, അത് വില്ലേജിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് മാറും. അത് പിന്നെ ലാൻഡ് ഇല്ലാത്തവർക്ക് വിട്ടുകൊടുക്കാനും അല്ലെങ്കിൽ ജോയിൻറ്റ് കൾട്ടിവേഷൻ നടത്താനുമൊക്കെ ഉപകരിക്കും. നെക്സ്റ്റ്, ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒരു വ്യക്തിയുടെ പേരാണ് വിനോബ ഭാവെ. ഹോപ്പ് ടു എലിമിനേറ്റ് പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് ലാൻഡ് ത്രൂ ഗ്രാംദാൻ ആൻഡ് ഭൂദാൻ മൂവ്മെൻറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ദ മൂവ്മെൻറ്റ് വുഡ് go long way to ensure just redistribution of land, consolidation of holding and their joint cultivation. അപ്പോൾ ഈ പേര് ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. However, the movement failed to achieve its targeted objectives and the degree of success in respect of both land acquisition and land distribution was very limited. അപ്പോൾ ഈ ഒരു ലക്ഷ്യങ്ങൾ, ലാൻഡ് അക്വിസിഷൻ ഇവരിൽ നിന്ന് ചെയ്യാനും ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതിലൊക്കെ ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് നോക്കാം. ഇൻ മോസ്റ്റ് കേസസ് ദ വില്ലേജ് ലാൻഡ് ഹോൾഡേഴ്സ് ഡൊണേറ്റഡ് ഓൺലി ദോസ് പീസസ് ഓഫ് ലാൻഡ് വിച്ച് വെയർ എയ്തർ അൺഫിറ്റ് ഫോർ കൾട്ടിവേഷൻ ഓർ വെയർ ഡിസ്പ്യൂട്ട് വിത്ത് ടെനൻസ് ഓർ ഗവൺമെൻറ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ചിലർ സന്നദ്ധരായി, ലാൻഡ് കൊടുക്കാൻ സന്നദ്ധരായി. പക്ഷേ അവർ എങ്ങനത്തെ ലാൻഡ് ആയിരിക്കും വിട്ടുകൊടുക്കുന്നത് കർഷകർ, പാവപ്പെട്ടവർക്ക്? ഒന്നുകിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ഗവൺമെൻറ്റുമായിട്ടോ അല്ലെങ്കിൽ കുടിയാന്മാരുമായിട്ടൊക്കെ ഇഷ്യൂ ഉള്ള ആ ഒരു ഇഷ്യൂ അങ്ങ് ഒഴിഞ്ഞു പോട്ടെ എന്നുള്ള രീതിയിൽ ആ ഭൂമി എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അതിലുള്ള അവകാശം അങ്ങ് ഒഴിയും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇന്നൊരു പർട്ടിക്കുലർ സ്ഥലത്ത് കിടക്കുന്ന ലാൻഡ് അധികം ഫലഭൂയിഷ്ടിയില്ല, അല്ലെങ്കിൽ വെള്ളം എത്തിക്കാൻ പാടാണ്, അവിടെ കൃഷി യോഗ്യമല്ല, അതങ്ങ് കൊടുക്കും. അപ്പോൾ ആക്ച്വലി വലിയ പ്രയോജനമുണ്ടോ? അതുമല്ല, കളക്ട് ചെയ്ത എത്രയോ ലാൻഡ് അവർക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പറ്റിയില്ല. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്. എന്ത് തന്നെയായാലും അവരുടെ ലക്ഷ്യം നല്ലതായിരുന്നു. നെക്സ്റ്റ്, ഇനി കേരളത്തിലോട്ട് വരികയാണെങ്കിൽ, കേരളം നമുക്കറിയാം മൂന്നായിട്ട് വിഭജിച്ച് കിടക്കുകയായിരുന്നു. മൂന്നിടത്തും 3 രീതിയിലുള്ള ലാൻഡ് റവന്യൂ സിസ്റ്റമായിരുന്നു അവിടുത്തെ രാജാക്കന്മാർ നടപ്പിലാക്കിയിരുന്നത്. പ്രത്യേകിച്ചും മലബാർ റീജിയൻ ആണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഡയറക്റ്റ് കൺട്രോളിലായിരുന്നു. അവിടെ അവരുടേതായിട്ടുള്ള നിയമങ്ങളായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ട്രാവൻകൂറിൽ പ്രധാനമായിട്ടും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു പെർസ്പെക്റ്റീവിൽ, നമുക്കിപ്പോൾ അറിവ് സമ്പാദിക്കലല്ലോ നമ്മുടെ ലക്ഷ്യം, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുകയാണെങ്കിൽ 3 കാര്യങ്ങളാണ്, 3 കീ ടേംസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, പാട്ടം പ്രൊക്ലമേഷൻ, എപ്പോഴാണ് നടന്നത്, ആരാണ് നടത്തിയത് എന്നുള്ള ഒരു വ്യക്തമായിട്ടൊരു ഐഡിയ ഉണ്ടായിരിക്കണം. 1865 ജൂൺ 2 ഈ പാട്ടം പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ പണ്ടാരപ്പാട്ട വിളംബരം നടക്കുന്നത്. ഹെയിൽഡ് ആസ് ദ മാഗ്ന കാർട്ട ഓഫ് ട്രാവൻകൂർ പെസൻസ്, ഇറ്റ് കൺഫേർഡ് ഓണർഷിപ്പ് ടൈറ്റിൽ ടു ഓൾ ടെനൻസ് ഓഫ് പണ്ടാരവക ലാൻഡ്. പണ്ടാരവക എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ കയ്യിലുണ്ടായിരുന്ന, അന്നത്തെ രാജാക്കന്മാരുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമിയാണ്. എന്താണ് ഇത് ആർക്ക് കൊടുക്കുക? പെസൻസിന് കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ആൻഡ് മെയ്ഡ് ലാൻഡ് ഹെറിറ്റബിൾ, അവർക്ക് അത് പിന്തുടർച്ച ചെയ്യാവുന്ന അവരുടെ മക്കളിലേക്ക് കൈമാറാൻ സാധിക്കും. സെയിലബിൾ ആൻഡ് മോർഗേജബിൾ കമ്മോഡിറ്റി, അവർക്ക് കൊടുക്കുന്ന ലാൻഡ് അവർക്ക് വേണമെങ്കിൽ വിൽക്കാം, പണയം വയ്ക്കാനുള്ള അവകാശം കൊടുത്തു. ഇനി ജന്മി കുടിയാൻ ആക്റ്റാണ്. 1867 ഈ ആക്ട് വരുന്നത്. ഇതിനെ കാണപ്പാട്ട വിളംബരം, കാണപ്പാട്ട പ്രൊക്ലമേഷൻ എന്നും പറയാറുണ്ട്. ആയില്യം തിരുനാൾ വാസ് ദ കിങ് ഡ്യൂറിങ് ബോത്ത് ദീസ് ആക്ട്. ഈ 2 ആക്ട് നടക്കുമ്പോഴും, പാട്ടം പ്രൊക്ലമേഷനും കാണപ്പാട്ട പ്രൊക്ലമേഷനും നടക്കുമ്പോഴും ആയില്യം തിരുനാൾ തന്നെയാണ് രാജാവ്. 1886 കണ്ടെഴുത്ത് വിളംബരം നടക്കുന്നത്. ഇറ്റ് വാസ് എൻ ആക്ഷൻ അഗെയിൻസ്റ്റ് ഇന്റർമീഡിയറീസ്. ഓക്കെ, ശ്രീമൂലം തിരുനാളായിരുന്നു ഈ സമയത്തുള്ള രാജാവ്. എന്തായിരുന്നു കണ്ടെഴുത്ത് വിളംബരത്തിൻ്റെ കീഴിൽ നടന്നതെന്ന് പറയുമ്പോഴത്തേക്കും, ആ സമയത്തുണ്ടായിരുന്ന ഇൻ്റർമീഡിയറീസിൻ്റെ കയ്യിലിരിക്കുന്ന ഭൂമിയെല്ലാം രാജാവ് കണ്ടുകെട്ടുകയും അത് പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തതായിരുന്നു. നെക്സ്റ്റ്, ജന്മി കുടിയാൻ റെഗുലേഷൻ ആക്ട് ഉണ്ടായിരുന്നു 1896. പിന്നെ ഒരു 1932 ഇതിനു വേണ്ടി മറ്റൊരു ആക്ട് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ 3 മറക്കരുത്. അത് ചിലപ്പോൾ കേരള ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടും ചോദിക്കാം, ലാൻഡ് റിഫോമുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാം. എന്ത് തന്നെയായാലും ഇത് കൃത്യമായിട്ട് വർഷവും രാജാക്കന്മാരുടെ പേരും പഠിക്കുക. നെക്സ്റ്റ്, കൊച്ചിയുമായിട്ട് ബന്ധപ്പെട്ടും മലബാറുമായിട്ട് ബന്ധപ്പെട്ടുമുള്ള ഇങ്ങനത്തെ ആക്റ്റുകളുടെ പേര് പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. എന്നാലും നമുക്ക് ഈ വിഷയം നമ്മൾ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് പഠിക്കാം. 1863 കാണക്കുടിയൻ എവിക്ഷൻ പ്രിവെൻഷൻ ലോ. 1905 ഒരു സെറ്റിൽമെൻറ്റ് പ്രൊക്ലമേഷൻ ഉണ്ട്. 1914 കൊച്ചി ടെനൻസി ആക്ട് 1930 അമെൻഡ് ചെയ്യുകയും ചെയ്തു. കൊച്ചിൻ വെറും പാട്ടദാർസ് ആക്ട് 1943 ഇനി മലബാറിൻ്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശ്രീരംഗപട്ടണ ഉടമ്പടിക്ക് ശേഷം മലബാർ 1892 ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ വരികയാണ്. അപ്പോൾ ആ സമയത്ത് ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താൻ്റെയൊക്കെ നേതൃത്വത്തിലുണ്ടായിരുന്ന ലാൻഡ് റവന്യൂ സിസ്റ്റമൊക്കെ മാറ്റി ബ്രിട്ടീഷുകാർ അത് അടിമുടി പരിഷ്കരിക്കുകയാണ്. അപ്പോൾ ആ സ്ഥലത്തിനെ പറ്റി പഠിക്കാനൊക്കെ ജോയിൻറ്റ് കമ്മീഷണർമാരെ നിയമിക്കുകയും വില്യം ലോഗൻ കമ്മീഷൻ റിപ്പോർട്ട് വരികയും അങ്ങനെ അതിനെപ്പറ്റി വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷമാണ്
ബ്രിട്ടീഷുകാർ അവിടെ ഒരു ലാൻഡ് റവന്യൂ സെറ്റിൽമെൻ്റ് ഒക്കെ കൊണ്ടുവരുന്നത്. അതുപോലെ 1929 മലബാർ ടെനൻസി ആക്ട്, മലബാർ കുടിയാന്മ നിയമം വരുന്നുണ്ട്. ഇൻ മലബാർ ആൻ അമെൻമെൻറ്റ് ടു ദ മലബാർ ടെനൻസി ആക്ട് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1951 which gave many protections to the tenants and small cultivators. Then fair rent payable by the tenants to the landlords was subsequently reduced. റെൻറ്റ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ ടെനൻസ് വെയർ ഓൾസോ ഫ്രീഡ് ഫ്രം ലൈബിലിറ്റി ടു പേ അഡ്വാൻസ്ഡ് റെൻറ്റ്. ഓക്കെ, നേരത്തെ മുൻകൂട്ടി കൊടുക്കണം എന്നുള്ള കാര്യവും അതിൽ നിന്നും അവരെ വിമുക്തരാക്കി. റെൻറ്റ് സെറ്റിൽമെൻറ്റ് അതോറിറ്റി കൊണ്ടുവന്നു ഫെയർ റെൻറ്റ് ഫിക്സ് ചെയ്യാനായിട്ട്. 1954 ആയപ്പോൾ മദ്രാസ് ഗവൺമെൻറ് എന്ത് ചെയ്തു? ബ്രോട്ട് അനദർ അമെൻമെൻറ്റ് ടു ദ ടെനൻസി ആക്ട്. വീണ്ടും 1929 ആക്ടിലൊരു അമെൻമെൻറ്റ് വീണ്ടും കൊണ്ടുവരികയാണ്. ബൈ വിച്ച് പ്രൊട്ടക്ഷൻ ഫ്രം എവിക്ഷൻ വാസ് ഗ്രാൻറ്റഡ് ടു ഓൾ കൾട്ടിവേറ്റിംഗ് ടെനൻസ് ഓക്കുപ്പൈങ് എ പീസ് ഓഫ് ലാൻഡ് ഫോർ എ പീരീഡ് ഓഫ് 6 years ഓർ മോർ. 6 വർഷമോ അതിൽ കൂടുതലോ ടെനൻ്റായിട്ട് ഓക്കുപ്പൻ ആയിട്ട് ആ സ്ഥലത്തുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യുക, പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇറക്കി വിടാനൊന്നും പറ്റില്ല എന്ന് പറയുന്നൊരു കാര്യം കൊണ്ടുവന്നു. നെക്സ്റ്റ് തിരുക്കൊച്ചി. അപ്പോൾ തിരുവിതാംകൂറും കൊച്ചിയും 1949 ഒരുമിച്ചതിന് ശേഷം ട്രാവൻകൂർ കൊച്ചിൻ പ്രിവെൻഷൻ ഓഫ് എവിക്ഷൻ കുടികിടപ്പുകാർസ് ആക്ട് എന്ന് പറഞ്ഞ 55 നിയമം വരികയാണ്. ഇറ്റ് എയിംഡ് അറ്റ് ദ പ്രിവെൻഷൻ ഓഫ് എവിക്ഷൻ ഓഫ് ദ ഹട്ട്മെൻ ഡ്വെല്ലേഴ്സ് അല്ലെങ്കിൽ കുടികിടപ്പുകാർ ആൻഡ് അതർ സ്മോൾ ടെനൻസ് ഫ്രം ദ ലാൻഡ് ദേ ഹെൽഡ്. അപ്പോൾ ഇതിൽ നിന്ന് എവിക്ഷൻ അവരെ പുറത്ത് ആക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു നിയമമാണ് കൊണ്ടുവന്നത്. 1954 the government of Travancore Cochin introduced a restriction on possession and ownership of land bill in the legislature. It aimed at limiting the total area of land that a person could have held to a maximum of 30 acres. 30 acre ആയിട്ട് മാക്സിമം കൈവശം വയ്ക്കാവുന്ന ലാൻഡ് നിജപ്പെടുത്തി. ഹവർ ഡ്യൂ ടു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഇത് ആക്റ്റായിട്ട് മാറിയില്ല. നെക്സ്റ്റ് നമ്മുടെ കേരളം രൂപീകരിക്കുന്നതിന് ശേഷം EMS സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരു നമ്പർ ഓഫ് ആക്ട്സ് വരികയുണ്ടായി. ആദ്യമായിട്ട് ലാൻഡ് റിഫോം കേരളം രൂപീകരിച്ചതിന് ശേഷം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു കുറച്ച് ആക്റ്റുകൾ ഒരുമിച്ച് പാസ്സാക്കിയിട്ടുണ്ട്. അതായത് കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിംഗ് ആക്ട്. ദിസ് ആക്ട് വാസ് ഇൻറ്റൻഡഡ് ടു മെയിൻറ്റെയിൻ സ്റ്റാറ്റസ് കോ ഇൻ ലാൻഡ് റിലേഷൻസ് ടിൽ കോംപ്രഹെൻസീവ് റിഫോം മെഷേഴ്സ് കുഡ് ബി അണ്ടർടേക്കൺ. അപ്പോൾ അതുവരെ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ നിലനിൽക്കാൻ, എവിക്ഷൻ ആരെയും പുറത്താക്കാനൊന്നും പാടില്ല എന്ന് പറയുന്ന ഒരു നിയമം ഒഫീഷ്യലായിട്ട് പാസ്സാക്കി. കേരള കൺസർവൻസി ആക്ട് ഇൻ 1959. ഇതെന്താണ്? ഗവൺമെൻറ്റിൻ്റെ ലാൻഡിൽ കയറി എൻക്രോച്ച് ചെയ്യരുത് എന്നുള്ളൊരു നിയമമായിരുന്നു. കേരള അഗ്രിയറിയൻ റിലേഷൻസ് ബിൽ 1957 ഫിക്സിറ്റി ഓഫ് ടെന്നർ കൊണ്ടുവന്നു, ഫിക്സേഷൻ ഫെയർ റെൻറ്റ് കൊണ്ടുവന്നു, മിനിമം മാക്സിമം എല്ലാം കൊണ്ടുവന്നു. അത് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ചിലപ്പോൾ തരിശ് നിലത്തിലുള്ള ഈടാക്കാവുന്ന ലാൻഡ് റെൻറ്റ് കൂടുതലായിരിക്കും. ഒരു പർട്ടിക്കുലർ നല്ല ഫെർട്ടിലിറ്റി ഉള്ള ഒരു ലാൻഡിൽ ഈടാക്കാവുന്ന അതേ റെൻറ്റ് തരിശ് നിലത്തിന് ഈടാക്കാൻ പറ്റില്ല. അങ്ങനെ പല പല ടൈപ്പ് ഓഫ് ലാൻഡിന് എന്താണ് ഈടാക്കാൻ പറ്റുന്ന മാക്സിമം റെൻറ്റ്, മിനിമം റെൻറ്റ് എന്നുള്ളത് ഫിക്സ് ചെയ്തു. അതുപോലെ ലാൻഡ് ട്രിബ്യൂണൽ വന്നു. സ്കെയിലിംഗ് ഡൗൺ ഓഫ് അരിയേഴ്സ് ഓഫ് റെൻറ്റ് അത് കുറച്ചു, അരിയർ കുറച്ചു. റൈറ്റ് ടു പർച്ചേസ് ഓഫ് പ്രോപ്പർട്ടി റൈറ്റ്സ് ഫ്രം ദ ലാൻഡ് ലോഡ്സ് ഓൺ ദ പേയ്മെൻറ്റ് ഓഫ് കോമ്പൻസേഷൻ ഓർ പർച്ചേസ് പ്രൈസ്. കുറച്ച് പർട്ടിക്കുലർ ആൾക്കാർ കൈവശം വെച്ച് അനുഭവിച്ചുകൊണ്ടിരുന്ന ലാൻഡ് അതിൻ്റെ വില അല്ലെങ്കിൽ കോമ്പൻസേഷൻ കൊടുത്താൽ സ്വന്തമാക്കാം എന്ന് പറയുന്നൊരു പ്രൊവിഷൻ വന്നു. അതുപോലെ തന്നെ സീലിംഗ് ലിമിറ്റ്സ് കൊണ്ടുവന്നു. ഫാമിലി ഇപ്പോൾ ചിലപ്പോൾ ഒരാളിൻ്റെ കയ്യിൽ പർട്ടിക്കുലർ നമ്പർ ഓഫ് ഒരു ഇത്ര ഏക്കറേ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവർ ഫാമിലിയിലെ മറ്റുള്ള ആൾക്കാർക്കൊക്കെ ഇത് അവരുടെ പേരിൽ എഴുതി വെച്ച് കളയും. അപ്പോൾ അതുകൊണ്ടൊരു ഫാമിലിക്ക് ഇത്രയേ മാത്രമേ പാടുള്ളൂ എന്നൊരു ഫിക്സിറ്റി കൊണ്ടുവന്നു. ദ ബിൽ ഫിക്സ്ഡ് 15 acres ഓഫ് ഡബിൾ ക്രോപ്പ് നീലം പാഡി ഫീൽഡ് ഓർ ഇറ്റ്സ് ഇക്വാലൻ്റ് സീലിംഗ് ഏരിയ ഫോർ എ ഫാമിലി കൺസിസ്റ്റിംഗ് ഓഫ് 5 members. 5 പേരുള്ളതിന് ഇപ്പോൾ നീലം പാഡി ഫീൽഡ് 15 ഏക്കറായിട്ട് നിജപ്പെടുത്തി മാക്സിമം കയ്യിൽ വയ്ക്കാവുന്നത്. ഇൻ കേസ് ദർ വെർ മോർ മെമ്പേഴ്സ്, കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ എവറി അഡീഷണൽ മെമ്പർ കുഡ് ഗെറ്റ് എൻ എക്സ്ട്രാ ഏക്കർ സബ്ജക്റ്റ് ടു എ മാക്സിമം ഓഫ് 25 acre. മാക്സിമം പോകുന്നത് 25 acre മാത്രമാണ് എത്ര ആൾക്കാരുണ്ടെങ്കിലും. അപ്പോൾ ഇനി നമ്മൾ 5 പേരല്ല, കുറച്ചുകൂടെ കൂടുതൽ ആൾക്കാർ ഓരോരുത്തരായിട്ട് വരികയാണെങ്കിൽ അവർക്ക് അഡീഷണൽ ഓരോന്ന് വീതം അങ്ങനെ മാക്സിമം 25 ഏക്കറെ കൈവശം വയ്ക്കാവൂ ഒരു ഫാമിലി എന്നുള്ളത് വന്നു. സീലിംഗ് ലിമിറ്റ് ഓഫ് ആൻ അൺമാരിഡ് അഡൾട്ട് വാസ് ഫിക്സ്ഡ് as 7. ഇനി ഒരാൾ കൈവശം വയ്ക്കാവുന്നതിന് മാക്സിമം 7.5 ഏക്കറാക്കി നിജപ്പെടുത്തി. ഓൾ പ്ലാന്റേഷൻസ് വർ എക്സംപ്റ്റഡ് ഫ്രം സീലിംഗ് പ്രൊവിഷൻസ്. എല്ലാ പ്ലാന്റേഷൻസിനും ഇപ്പോൾ 10-20 ഏക്കറിൽ കൂടുതൽ പ്ലാന്റേഷൻ ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്തു, അവരെ ഈ ഒരു ഇതിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ ആൾക്കാർ കൂട്ടത്തോടെ എന്ത് ചെയ്തു, കുറേ പ്ലാന്റേഷൻ അങ്ങ് അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടു. അപ്പോൾ കുറേ ഏക്കർ ഉണ്ടെങ്കിൽ പ്ലാന്റേഷൻ ഒഴിവാക്കി കൊടുത്തിട്ടുള്ളതുകൊണ്ട് അവരുടെ ഭൂമി പ്ലാന്റേഷൻ എന്നുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്തു. ഓൾ പ്ലാന്റേഷൻസ് വർ എക്സംപ്റ്റഡ് ഫ്രം സീലിംഗ് പ്രൊവിഷൻസ്. ദ ലാൻഡഡ് പ്രോപ്പർട്ടി
of factories, mills, workshops, private forests, commercial sites etc. had been left out of the ambit of ceding provisions. അത് മാത്രമല്ല ഫാക്ടറീസ് ഉള്ളവർ, മില്ലുള്ളവർ, വർക്ക്ഷോപ്സ് ഉള്ളവർ, പ്രൈവറ്റ് ഫോറസ്റ്റ് ഉള്ളവർ, കൊമേഴ്ഷ്യൽ സൈറ്റ്, ഇങ്ങനത്തെ വ്യവസായങ്ങൾ കയ്യിലുള്ളവരുടെ അവർക്കും എക്സംഷൻസ് കൊടുത്തു. എത്ര വേണമെങ്കിലും ആകാം എന്നുള്ള ഒരു എക്സംഷൻ കൊടുത്തു. ഇതൊക്കെ ലൂപ്പ് ഹോളായിട്ട് ഉപയോഗിച്ചവരുണ്ട് ഒത്തിരി പേര്. പക്ഷേ ഒരു പ്രശ്നം, നമ്മുടെ EMS സർക്കാരിൻ്റെ സമയത്തുള്ള എഡ്യൂക്കേഷൻ ബില്ലും ഈ ലാൻഡ് റിഫോം ബില്ലും ഒക്കെ കാരണം അവർക്ക് പിന്നെ വിമോചന സമരം നേരിടേണ്ടി വരികയും പിന്നെ പ്രസിഡൻസ് റൂളും രാജിവെക്കലും ഒക്കെ അതിലോട്ടൊക്കെ നീങ്ങേണ്ടി വന്നു 1959. ഇനി കേരള ലാൻഡ് ടാക്സ് ആക്ട് 1957 ഉണ്ട്. ദിസ് ആക്ട് വാസ് ടു എക്സ്റ്റെൻഡ് ദ ബേസിക് ടാക്സ് സിസ്റ്റം ഓഫ് അസസ്മെൻറ്റ് ടു മലബാർ വിച്ച് അപ് ടിൽ ദെൻ വാസ് പാർട്ട് ഓഫ് എർസ്റ്റ്വെൽ മദ്രാസ് സ്റ്റേറ്റ്. അപ്പോൾ മദ്രാസിൻ്റെ ഭാഗമായിരുന്ന മലബാറിനെ ആ സമയത്ത് കേരളത്തിലുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ലാൻഡ് ടാക്സ് ആക്ട് കൊണ്ടുവന്നതാണ്. ദിസ് ആക്ട് റിമൂവ്ഡ് മോസ്റ്റ് ഓഫ് ദ ടെന്യൂർ ഡിസ്പാരിറ്റീസ് അറൈസിംഗ് ഫ്രം ദ മോഡസ് ഓപ്പറാൻഡി ഓഫ് ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ലാൻഡ് റവന്യൂ ആൻഡ് ജനറലി ഹെൽപ്പ് ദ കൾട്ടിവേറ്റേഴ്സ്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു ലാൻഡ് ഒരു ടാക്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ നിയമം പാസ്സാക്കിയത്. ഇനി കേരള റിലിങ്ക്വിഷ്മെൻറ്റ് ആക്ട് 1958 ആണ്. ഇറ്റ് ലീഗലൈസ് ദ റീലിങ്ക്വിഷ്മെൻറ്റ് ഓഫ് ലാൻഡ്സ് ബൈ ഓണേഴ്സ് ഇൻ ഫേവർ ഓഫ് ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ലാൻഡ് ഓണേഴ്സ് എന്ത് ചെയ്യുക, വിട്ടുകൊടുക്കണം എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഈ റോഡോ നെൽപ്പാടോ എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വരികയാണെങ്കിലത്തേക്കും, അല്ലെങ്കിൽ ഗവൺമെൻറ് പറയുകയാണ് വേറെ ആൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കൊടുക്കണം എന്നുള്ളൊരു പ്രൊവിഷനാണിത്. The Compensation of Tenants Improvement Act 1958 ആണ്. The Kerala Compensation of Tenants Improvement Act is an act to make provisions for payment of compensation for improvement made by the tenants in the state. അതായത് ടെനൻസ് എന്തെങ്കിലും ലാൻഡിൽ ഇംപ്രൂവ്മെൻറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട കോമ്പൻസേഷൻ ആണ്. ദിസ് ആക്ട് കണ്ടെയ്ൻസ് പ്രൊവിഷൻസ് ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് കോമ്പൻസേഷൻ ഫോർ ഇംപ്രൂവ്മെൻറ്റ്സ് മെയ്ഡ് ബൈ ദ ടെനൻസ് ഇൻ ദ 9th year of the Republic of India. ദിസ് ആക്ട് എക്സ്റ്റെൻഡ് ദ ഹോൾ ഓഫ് ദി സ്റ്റേറ്റ്. ഇത്രയേ ഉള്ളൂ. കുടികിടപ്പുകാർ എന്തെങ്കിലും ആ ലാൻഡിൽ ഇംപ്രൂവ്മെൻറ്റോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട കോമ്പൻസേഷൻ ആണ്. ഇനി കേരള അഗ്രികൾച്ചറലിസ്റ്റ് ഡെറ്റ് റിലീഫ്സ് ആക്ട് 1958. ഓക്കെ, അത് അഗ്രികൾച്ചറിൻ്റെ ഡെറ്റ് ചിലപ്പോൾ വേവർ ചെയ്ത് കൊടുക്കാനുള്ളതായിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ആക്റ്റാണ്. ദ കേരള ടെനൻസ് ഇംപ്രൂവ്മെൻറ്റ് ആക്ട് 1958. ദിസ് ആക്ട് ബെനിഫിറ്റഡ് ദ അഗ്രികൾച്ചറലിസ്റ്റ് ഓഫ് ഹോൾ സ്റ്റേറ്റ് പ്രൊവൈഡഡ് കോമ്പൻസേഷൻ ഓഫ് ദ റേറ്റ് ഓഫ് 15 times the net annual yield for trees planted by tenants and actual value for permanent structures put up by them. അപ്പോൾ അവരെന്തെങ്കിലും ഇനി അവർ മരങ്ങളാണ് വച്ച് പിടിപ്പിച്ചിട്ടുള്ളത്, അതുമായിട്ട് ബന്ധപ്പെട്ട ഈൽഡിൻ്റെ 15% ടെനൻസിന് കൊടുക്കണം, 15 times കൊടുക്കണം. അതുപോലെ തന്നെ ഇനി അവർ പെർമനൻ്റ് ആയിട്ട് വീടോ കാര്യങ്ങളോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എത്രയാണ് ചിലവാക്കിയത് ആ ആക്ച്വൽ വാല്യൂ അതും കൊടുക്കണം. അതായത് ടെനൻസിന് ഇനി അഥവാ നമുക്ക് അവിടെ നിന്ന് എവിക്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ അവർ ചെയ്തതിന് അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ് Kerala Agrarian Relations Act 1960. Congress PSP coalition ministry passed Kerala Agrarian Relations Act with a number of modifications. It got President's assent on 21st January 1961 and was published in the state on 61 February 3rd and came into force on അതേ വർഷം February 15 തൊട്ട് നിലവിൽ വന്നു. ക്യാര എന്നായിരുന്നു പേര്, കേരള അഗ്രികൾച്ചർ റിലേഷൻസ് ആക്ട് എന്ന പേരിലായിരുന്നു. ദ ആക്ട് ഓഫ് 1960 എക്സ്ക്ലൂഡഡ് നോട്ട് ഓൺലി പ്ലാന്റേഷൻസ് ഫ്രം ദ സീഡിംഗ് പ്രൊവിഷൻസ് ബട്ട് ഓൾസോ ദ കണ്ടിഗ്യൂസ് ആൻഡ് ഇൻട്രസ്പേഴ്സ്ഡ് അഗ്രികൾച്ചർ ലാൻഡ് വിത്ത് ബൗണ്ടറീസ് ഓഫ് പ്ലാന്റേഷൻ. ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെ താഴെ പറയുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ലാൻഡ് റിഫോം ആക്ട്സുമായിട്ട് ബന്ധമില്ലാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഭാഗം ശ്രദ്ധിക്കുക. പ്ലാന്റേഷൻസിനെ എല്ലാം തന്നെ നമുക്ക് എക്സംഷൻസ് കൊടുത്തിട്ടുണ്ട്. കാരണം പ്ലാന്റേഷൻസിൽ നിന്നൊക്കെ ഈൽഡ് ഒത്തിരി നമുക്ക് കിട്ടണമെങ്കിൽ ഒത്തിരി ഹെക്ടേഴ്സ് നമുക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതിനെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. and specifically permitted evictions of labourers from small allotments of land given for hutments within the plantation. അപ്പോൾ പ്ലാന്റേഷൻ ഏരിയയിലുള്ള കുടിയാന്മാർക്ക് അവരെ ഒഴിവാക്കാം, അവരെ നമുക്ക് എവിക്റ്റ് ചെയ്യാം, പ്രൊവൈഡഡ് ദാറ്റ് അവർക്ക് കുറച്ച് സ്ഥലം അവരുടെ വീട് വയ്ക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരെ പ്ലാന്റേഷൻ ഏരിയയിൽ നിന്ന് ഒഴിവാക്കാമെന്ന് ഈ ഒരു ആക്ട് പ്രകാരം വന്നു. അതുപോലെ ഒരാൾക്ക് എത്ര കയ്യിൽ വയ്ക്കാൻ 10 ഏക്കറാക്കി വീണ്ടും നിജപ്പെടുത്തി. പാഡി ലാൻഡ് 10 ഏക്കർ മാത്രമാണ് മാക്സിമം കയ്യിൽ വയ്ക്കാവുന്നതെന്ന് നിജപ്പെടുത്തിയ ഒരു പ്രൊവിഷൻ ഇതിൻ്റെ കീഴിലുണ്ടായിരുന്നു. ലാൻഡ് ബിലോങ്ങിങ് ടു റിലീജിയസ്, ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് പബ്ലിക് ട്രസ്റ്റ് വാസ് എക്സംപ്റ്റഡ് ഫ്രം ദ പെർവ്യൂ ഓഫ് ദിസ് ആക്ട്. അപ്പോൾ ഈ ആക്ടിൻ്റെ കീഴിൽ ആർക്കൊക്കെയാണ് എക്സംഷൻസ് കൊടുത്തത്? ഒന്നാമത് പ്ലാന്റേഷൻകാർക്ക് എക്സംഷൻ കൊടുത്തു. രണ്ടാമത് റിലീജിയസ്, ചാരിറ്റബിൾ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒരു ട്രസ്റ്റിൻ്റെ കീഴിലുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ എക്സംഷൻസ് കൊടുത്തു. അനദർ ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് ഓഫ് ദ വൈറ്റൽ ഇമ്പോർട്ടൻസ് ടു ദ ഹോൾ പ്രോഗ്രാം വാസ് ദ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ പ്രൊവൈഡഡ് ഇൻ ദ ലാൻഡ് ബോർഡ് ആൻഡ് ലാൻഡ് ട്രിബ്യൂണൽസ് വാസ് റീപ്ലേസ്ഡ് ബൈ ഗവൺമെൻറ് ബ്യൂറോക്രാറ്റ്സ് ആൻഡ് നോമിനീസ്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക പൊളിറ്റിക്കൽ ആൾക്കാർ ഈ ട്രൈബ്യൂണലിൽ ഉണ്ടായിരുന്നവരെ എല്ലാം മാറ്റിയിട്ട് അവിടെ ബ്യൂറോക്രാറ്റ്സും വരികയുണ്ടായി. നെക്സ്റ്റ് കേരള ലാൻഡ് റിഫോം ആക്ട് ഓഫ് 1963. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്
എന്താണ് 1960 അഗ്രേറിയൻ റിലേഷൻസ് ആക്ട് ഒക്കെ കഴിഞ്ഞിട്ട് ആണ് ഈ ശങ്കർ മിനിസ്ട്രിയുടെ സമയത്താണ്. ആ സമയത്തുള്ള റവന്യൂ മിനിസ്റ്റർ PT ചാക്കോയാണ്. ഇതിനെ നമ്മൾ ഫസ്റ്റ് ആക്ട് ഓഫ് 1964 എന്നും പറയാറുണ്ട്. ദ എനാക്ട്മെൻറ്റ് ഓഫ് കേരള ലാൻഡ് റിഫോംസ് ആക്ട് ആൻഡ് ഇറ്റ്സ് ഇൻക്ലൂഷൻ ഇൻ ദ 9th ഷെഡ്യൂൾ റെപ്രസെൻറ്റ് എ ടേണിംഗ് പോയിന്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ലാൻഡ് റിഫോംസ് ഇൻ ഇന്ത്യ. ആ സമയത്താണ് 9th ഷെഡ്യൂളിൻ്റെ ആ ഒരു എന്താണ് അതിനകത്ത് ഇടുന്നതൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. പിന്നെ കേശവൻ്റെ ഭാരതി കേസ് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര എന്താണ് ഫേമസ് ആയ ഒരു എന്താണ് സമയമായിരുന്നു കേരളത്തിൻ്റെ ഈ ഒരു ലാൻഡ് റിഫോം ഈ ഒരു ആക്ട്. This act centered on the tenants of the state, a uniform rate for fair rent and ensured security of tenure to cultivating tenants. This act enforced in 1964 ഏപ്രിൽ തൊട്ട് എൻഫോഴ്സ് ചെയ്യാൻ തുടങ്ങി. ഒന്നുമില്ല, അവിടെ ഒരു പർട്ടിക്കുലർ ലാൻഡിൽ കുടിയാന്മാരുണ്ടെങ്കിൽ അവർക്ക് ഫെയർ റെൻറ്റ് മാത്രമേ ഈടാക്കാവുള്ളൂ. അതുപോലെ തന്നെ ഇനി അവർക്ക് സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ പർട്ടിക്കുലർ സമയത്ത് തന്നെ അവർക്ക് കൊടുക്കണം, ഇടയ്ക്കൊന്നും അവരെ എവിക്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നൊരു പ്രൊവിഷന് കൊണ്ടുവന്നു. 3 ബെനിഫിറ്റാണ് ടെനൻസിന് കിട്ടിയത്. അതായത് സെക്യൂരിറ്റി ഓഫ് ടെനർ കൊണ്ടുവന്നു, ഹി വാസ് ഗിവൻ ദ റൈറ്റ് ടു പേ ഫെയർ റെൻറ്റ് അത് കൊണ്ടുവന്നു, ഹി ഈസ് ഗിവൻ ദ റൈറ്റ് ടു പർച്ചേസ് ദ ലാൻഡ് ലോഡ്സ് റൈറ്റ്സ് ഓവർ ദ പ്രോപ്പർട്ടി ഹി ഹെൽഡ് ടു ബിക്കം ഫുൾ ഓണർ. അപ്പോൾ ഇനി അദ്ദേഹത്തിന് കാശ് കൊടുത്ത് വാങ്ങിക്കുകയാണെങ്കിൽ അദ്ദേഹം ഫുൾ ഓണർ ആവും. അപ്പോൾ ഇങ്ങനെ ഒരു 3 എന്താണ് റൈറ്റ്സ് ആണ് കൊണ്ടുവന്നത്. പിന്നെ അതുപോലെ തന്നെ ടെനൻറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ ഡെഫിനേഷൻ കുറച്ച് വൈഡൻ ചെയ്തു ടു ഇൻക്ലൂഡ് എ നമ്പർ ഓഫ് പേഴ്സൺസ് ഹിതർടു നോട്ട് എൻറ്റൈറ്റിൽഡ് ടു പ്രൊട്ടക്ഷൻ അണ്ടർ ദിസ് റൈറ്റ്. ഈ റൈറ്റിൻ്റെ കീഴിൽ ഇതുവരെ സംരക്ഷണം കിട്ടാത്ത ആൾക്കാർക്കും പ്രൊട്ടക്ഷൻ കിട്ടത്തക്ക രീതിയിൽ ഇതിൻ്റെ എന്താണ് ആ ഒരു സ്കോപ്പ് വൈഡൻ ചെയ്തു. ഇൻ എക്സ്ട്രീം കേസസ് ദ ടെനൻറ്റ് മേ ഓൾസോ അപ്ലൈ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് റെക്കോർഡ്സ് ഓഫ് റൈറ്റ്. ഇനി തീരെ അപകടകരമായിട്ടുള്ള സന്ദർഭങ്ങളിൽ, ഉദാഹരണം അവരെയൊക്കെ എപ്പോഴും വേണമെങ്കിലും പുറത്താക്കാം എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ അവർക്ക് സെക്യൂരിറ്റി ഓഫ് റൈറ്റ് കൊടുക്കുന്ന ആ ഒരു റെക്കോർഡൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള അവകാശം കൊടുത്തു. ദ നെക്സ്റ്റ് നോട്ടീസബിൾ ചേഞ്ച് ഇഫക്റ്റഡ് ബൈ ദിസ് ആക്ട് ഈസ് ദ സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ഗിവൺ ടു ഹഡ്മൻ ഡോലർ. കുടികിടപ്പുകാർക്ക് സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ കൊടുത്തു. ഇനി ഈ ആക്ടിൻ്റെ സെക്ഷൻ 75 പ്രകാരം പെർമനൻറ്റ് റൈറ്റ് ഓഫ് ഒക്കുപ്പൻസി ഹാസ് ബീൻ ഗിവൺ ടു ദം. അപ്പോൾ പെർമനൻറ്റ് ഒക്കുപ്പൻ്റായിട്ട് കിടക്കുന്നവർക്ക് പെർമനൻ്റായിട്ട് തന്നെ അവിടെ തുടരാം എന്നുള്ളൊരു പ്രൊവിഷൻ കൊണ്ടുവന്നു. ദ റൈറ്റ്സ് ഓഫ് കുടികിടപ്പുകാർസ് വെർ ഡിക്ലെയർഡ് എസ് ഹെറിറ്റബിൾ ബട്ട് നോട്ട് ഏലിയബിൾ. അവർക്ക് പാരമ്പരാഗതമായിട്ട് അവരുടെ ഭൂമി കൈമാറാം ഫാമിലിക്ക് എന്നുള്ളത് കൊണ്ടുവന്നു. എവിക്ഷൻ ഓഫ് കുടികിടപ്പുകാർസ് വാസ് അലൗഡ് അണ്ടർ ഫ്യൂ ലിമിറ്റഡ് കണ്ടീഷൻ. വേണമെങ്കിൽ എവിക്റ്റ് ചെയ്യാം. സെക്ഷൻ 80 പ്രൊവൈഡ്സ് ഫോർ എ രജിസ്റ്റർ ഓഫ് കുടികിടപ്പുകാർ ടു ബി പ്രിപ്പയർഡ് ആൻഡ് മെയിൻറ്റൈൻഡ് ഇൻ ഈച്ച് വില്ലേജ്. ഓരോ വില്ലേജിലും എത്രയാണ് കുടികിടപ്പുകാർ ഉള്ളത് എന്നുള്ളതിൻ്റെ ഒരു രജിസ്റ്റർ വേണം എന്നുള്ളത് സെക്ഷൻ 80 പറയുന്നത്. ഈ സെക്ഷൻ 75 ഒക്കുപ്പൻസിൻ്റെ പെർമനൻറ്റ് റൈറ്റിനെ പറ്റി പറയുന്നത്. ഇനി കേരള പ്രിവെൻഷൻ ഓഫ് എവിക്ഷൻ ആക്ട് 1966 ഒരേ തീമുള്ള കുറേ ആക്റ്റുകൾ പല മിനിസ്ട്രിയുടെ കീഴിൽ അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ വരുത്താനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി 1963 ഈ പാസ്സാക്കിയ ഈ നിയമം കുറച്ച് ചില കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തില്ല. ആ ഒരു കാരണം കൊണ്ട് ഇത് വീണ്ടും ഈ ഒരു ആക്ട് പാസ്സാകുകയാണ്. സോ കേരള ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ന്യൂ ലാൻഡ് ലെജിസ്ലേഷൻ ടു സോൾവ് പ്രോബ്ലംസ് ആൻഡ് ലൂപ്പ് ഹോൾസ് ഇൻ ഈ നമ്മുടെ തൊട്ട് മുമ്പ് പറഞ്ഞ ആക്ടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിരുന്നു ഇത് കൊണ്ടുവന്നത്. ദിസ് ഇസ് ആൻ ആക്ട് ടു പ്രൊവൈഡ് ഫോർ ദ പ്രിവെൻഷൻ ഓഫ് എവിക്ഷൻ ഓഫ് കൾട്ടിവേറ്റിംഗ് ടെനൻസ് holders of കുടിയിരിപ്പ് and കുടികിടപ്പുകാർസ് from their holding, കുടിയിരിപ്പുസ് or കുടികിടപ്പുകാർസ് as the case may be in the state of Kerala, and for restoration to certain case of possession. സെയിം കാര്യം തന്നെയാണ്. കുടികിടപ്പുകാരെ അവരുടെ ഭൂമിയിൽ നിന്ന് പറഞ്ഞുവിടാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിലും പറയുന്നത്. ചിലപ്പോൾ നമുക്ക് ഈ ഒരു ജനറൽ ഐഡിയയിൽ കിട്ടാതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ലീഗലി ലൂപ്പ് ഹോൾ ഉണ്ടായിരുന്നിരിക്കാം. അതിനെ പരിഹരിക്കാൻ കൊണ്ടുവന്നൊരു ആക്റ്റാണ്. ഇനി കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട് സെയിം തീം തന്നെയാണ്. 1967 ഇനി 1967 EMSൻ്റെ സപ്തകക്ഷി മുന്നണി നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് അപ്പോഴും ഗൗരിയമ്മ തന്നെയായിരുന്നു റവന്യൂ മിനിസ്റ്റർ ആയിരുന്നത്. നമ്മുടെ ആദ്യത്തെ അഗ്രേറിയൻ റിലേഷൻസ് ബില്ലൊക്കെ പാസ്സാക്കിയ സമയത്തുള്ള അതേ മിനിസ്റ്റർ തന്നെയായിരുന്നു ഈ സമയത്തും. ദിസ് ആക്ട് സ്റ്റേഡ് ദ എവിക്ഷൻ ഓഫ് ഓൾ ടൈപ്സ് ഓഫ് ഒക്കുപ്പൻസ് ഓഫ് ലാൻഡ്. എല്ലാ ടൈപ്പ് ഒക്കുപ്പൻസിനെയും എവിക്റ്റ് ചെയ്യുന്നതിൽ നിന്ന് സ്റ്റേ ചെയ്തു. This act provides for the stay of eviction to tenants and കുടികിടപ്പുകാർ and for matters connected therewith. It shall came into force at once and shall cease to have effect on 31st December 1968 തൊട്ട് കൃത്യമായിട്ട് ഈ ആക്ട് നിലവിൽ വരും. ദിസ് ആക്ട് എക്സ്റ്റെൻഡഡ് ദ ഡെഫിനിഷൻ ഓഫ് കുടികിടപ്പ്, റെൻറ്റ്, ടെനൻറ്റ് ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻ കുറച്ചുകൂടെ സ്കോപ്പ് വൈഡൻ ചെയ്തു. അക്കോർഡിംഗ് ടു ദ കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട് ഓഫ് 1967 was not applicable to lands or buildings or both belonging to or vested in the government of Kerala or a government of any other state in India. അപ്പോൾ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും ഈ ഒരു സെറ്റപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഓഫീസ് നിലനിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ആളുകൾ പുറത്താക്കാനോ ഒന്നും ഈ ആക്ട് തടസ്സം നിൽക്കുന്നില്ല.
നെക്സ്റ്റ് കേരള ലാൻഡ് റിഫോംസ് അമെൻമെൻറ്റ് ആക്ട് 1969. ഇതാണ് നമ്മുടെ വളരെ ഫേമസ് ആയിട്ട് ഇപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ആക്ട്. ദ കേരള ലാൻഡ് റിഫോം അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1969 വാസ് കൺസിഡർഡ് ടു ബി ദ മോസ്റ്റ് കോംപ്രഹെൻസീവ് ഓഫ് ഓൾ പീസസ് ഓഫ് ലാൻഡ് ലെജിസ്ലേഷൻ. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ലെജിസ്ലേഷൻസിനെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വളരെ സമഗ്രമായിട്ടൊരു ആക്ട് വന്നതാണിത്. The Historical Land Reform Act 1969 by the Achyuta-Menon government, which put an end to feudal system and ensured the rights of tenants on land, came into force in 1st January 1970. അപ്പോൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഏത് വർഷമാണ് വന്നത്, ഏത് വർഷമാണ് നിലവിൽ വന്നത് എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് നോക്കിക്കേ. ടു ബെസ്റ്റോ ഓൺ ടെനൻസ് ഓണർഷിപ്പ് ഓഫ് മിനിമം 10 cents ഓഫ് ദ ലാൻഡ്. മിനിമം 10 cents എന്തെങ്കിലും ടെനൻസിന് കൊടുക്കണം. ടു എൻഡ് ദ ഓൾഡ് ഫ്യൂഡൽ റിലേഷൻ ബൈ ലെജിറ്റിമൈസിങ് ദ റൈറ്റ് ഓഫ് റിയൽ പെസൻറ്റ് ടു ഓൺ ദ ലാൻഡ് ദേ കൾട്ടിവേറ്റ്. യഥാർത്ഥമായിട്ട് ഭൂമിയിൽ ആരാണോ കൃഷി ചെയ്യുന്നത് അവർക്ക് തന്നെ അതിൻ്റെ അവകാശം എന്നൊരു വന്നു. ടു ഇൻട്രൊഡ്യൂസ് ലാൻഡ് സീലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് എക്സസ് ലാൻഡ് അമംഗ് ദ ലാൻഡ്ലെസ് അഗ്രികൾച്ചറൽ ലേബറേഴ്സ്. ലാൻഡ് റിഫോമിൻ്റെ സെയിം ഒബ്ജക്റ്റീവ് തന്നെയാണ്. അഗ്രികൾച്ചറൽ ലേബറേഴ്സ് ഒരുപാട് പേരുണ്ട്, അവർക്ക് എന്നാൽ ഭൂമി ഉണ്ടാകണമെന്നില്ല, ഒരുപാടുള്ളവരിൽ നിന്നെടുത്ത് ഇവർക്ക് കൊടുക്കും. ടു അബോളിഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഇൻഇക്വാളിറ്റീസ് ഇൻ ദ അഗ്രേറിയൻ സെക്ടർ. To ensure the consistent progress and transformation of the society, to achieve economic development and modernization, to end the era of feudalism. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ ഒരു ലാൻഡ് റിഫോമുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാകാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഇതിൻ്റെ വളരെ ഒബ്ജക്റ്റീവ്സ് മാത്രമേ പഠിക്കൂ, പക്ഷേ കേരളത്തിൻ്റെ ഒരു സൊസൈറ്റിയുടെ സ്ട്രക്ചറിൻ്റെ ചേഞ്ചിന് തന്നെ കാരണമായിട്ടുള്ളൊരു കാര്യമായിരുന്നു ഈ ലാൻഡ് റിഫോം. അതായത് ആ ഒരു ലാൻഡ് റിഫോംസിൻ്റെ സമയത്ത് ഒരുപാട് പേർക്ക് ഭൂമി കയ്യിൽ കിട്ടിയപ്പോൾ അതുവരെ പാവപ്പെട്ടവരായിരുന്നവർക്ക് ഇപ്പോൾ മക്കളെ പഠിപ്പിക്കാനും നല്ല വീടുകൾ വയ്ക്കാനും അവരുടെ ആകെക്കൂടെയുള്ള ഒരു ലൈഫ് ആ ഒരു സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനും കാരണമായി ഈ ലാൻഡ് റിഫോം കാരണം. കേരളം ഇപ്പോൾ എഡ്യൂക്കേഷന് ഹെൽത്തിനൊക്കെ ഇത്രയും മുൻപന്തിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായ നിയമം തന്നെയായിരുന്നു ലാൻഡ് റിഫോം. അത് തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റാത്തത് കൊണ്ട് കേരളം ഇന്നും വ്യത്യസ്തമായിട്ട് എല്ലാ കാര്യങ്ങളിലും, ഉദാഹരണം നമ്മുടെ ഒരു ലൈഫ് ക്വാളിറ്റിയിലും എഡ്യൂക്കേഷനും ഹെൽത്തിലും പ്രതിഫലിക്കുന്നത് പല ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സിൽ നമ്മൾ മുൻപന്തിയിൽ നിൽക്കാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാരണവും ഈ ആക്ട് തന്നെയാണ്. നെക്സ്റ്റ് ഇമ്പാക്റ്റ് എന്തായിരുന്നു? ലീസിങ് ഓഫ് ലാൻഡ് ബിക്കം അൺലോഫുൾ. നമുക്ക് ഇന്നും കേരളത്തിൽ ലാൻഡ് ലീസ് ചെയ്യുന്നത് ലോഫുൾ അല്ല. നമ്മൾ പലരും പാട്ടത്തിനടുത്ത് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും വാക്കാലുള്ള കരാർ മാത്രമായിരിക്കും. നമുക്കതൊരു ഒഫീഷ്യലായിട്ട് ലീസ് കൊടുക്കുന്നത് അൺലോഫുള്ളായിട്ട് മാറി. ഇന്ന് കേരളത്തിൽ മറ്റ് പല സംസ്ഥാനങ്ങളിലും ലോഫുൾ ആണെങ്കിലും കേരളത്തിൽ ലോഫുൾ അല്ല. The Genoese who lived by collecting lease become extinct. നമ്മുടെ ഈ ഫ്യൂഡൽ സിസ്റ്റത്തിനെ ഒഴിവാക്കാനൊരു പ്രധാനമായി കാരണമായി. The lease holders were given ownership of the land. ആർക്കാണോ പാട്ടം പ്രകാരം അവർ കയ്യിൽ അതുവരെ എടുത്തു വെച്ചിരുന്ന ലാൻഡ് ഉള്ളത് അവർക്ക് തന്നെ അതിൻ്റെ ഓണർഷിപ്പ് കിട്ടി. A few big farmers who had cultivated on the leased lands also become owners of the land. ഓണർഷിപ്പ് കിട്ടി. ലാൻഡ് ഓണേഴ്സ് സോൾഡ് ദിയർ എക്സസ് ലാൻഡ്. ഉള്ളവർക്ക് അധികമുള്ളവരെ വിറ്റു ഭൂമി ഒരുപാട് കയ്യിലുള്ളവർ. ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ got dwelling places of their own. വീട് കിട്ടി. The exemption given to plantations had led to large scale conversion of land into plantation. അതായത് ഇതാണൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. പ്ലാന്റേഷന് കൊടുത്ത എക്സംഷൻ എന്ന പേരിൽ ഒരുപാട് പേര് അവർക്ക് അധികമായിട്ടുണ്ടായിരുന്ന ലാൻഡ് റീഡിസ്ട്രിബ്യൂഷൻ നൽകാതെ അവർ പ്ലാന്റേഷൻ എന്നുള്ള പേരിൽ അതിനെ കൺവേർട്ട് ചെയ്ത് എടുത്തു. The tribals engaged in shifting cultivation under oral tenancies were given no protection. അതാണൊരു പ്രശ്നം. ട്രൈബൽസ് ലീഗലി ഒക്കെ ആ സമയത്ത് കരാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കില്ല. ഓറലായിട്ട് അവർ എന്തെങ്കിലും കരാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. അവർക്കൊന്നും ഒരു പ്രൊട്ടക്ഷനും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനി മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു കാര്യം മനസ്സിൽ ഇരിക്കേണ്ടത്, കഴിഞ്ഞ ഡിഗ്രി മെയിൻസുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന പരീക്ഷകളിലൊന്നും തന്നെ ലാൻഡ് റിഫോമുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. പക്ഷേ അത് കാരണം ഇനി ചോദിക്കില്ല എന്ന് പറയാനും പറ്റില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആവശ്യത്തിന് ഒരുപാട് ഡീപ്പായിട്ട് ചോദിക്കേണ്ട, നല്ല വൈഡായിട്ട് ചോദിക്കേണ്ട ഏരിയ ഉണ്ട്. കാരണം കേരള ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ MGNREGA പഠിക്കുമ്പോഴോ എല്ലാം ഒരു പ്രത്യേക ആക്ട് നിലവിൽ വന്നത് കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചേഴ്സ് ഉള്ളത് കൊണ്ട് ഇന്ന് നിലനിൽക്കുന്നത് കൊണ്ടൊക്കെ തന്നെ അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഓൾറെഡി സാധ്യതയുണ്ട്. കേരള ലാൻഡ് റിഫോമുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയധികം ആക്റ്റും കോംപ്ലിക്കേഷൻസും ഉള്ളത് കൊണ്ട് ഇതുവരെ ഒത്തിരി കട്ടിയായിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെരിഫറയിൽ നിന്നോ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്, അതിൽ നിന്ന് ഒഴിവാക്കിയ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, ഇപ്പോൾ പഠിച്ച ആക്റ്റുകളെല്ലാം മനസ്സിലിരിക്കട്ടെ. അതിൻ്റെ ഉദ്ദേശങ്ങൾ എന്തായിരുന്നു, വർഷങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് തീരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ക്വസ്റ്റ്യൻസ് ഇനി അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും.
ഇത് എസ് ഡെവലപ്മെൻറ്റ് ഓഫീസർ എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. ചിലപ്പം ഇത് ഒഴിവാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം. എന്ത് തന്നെയായാലും ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കറക്റ്റ് അബൌട്ട് ലാൻഡ് റിഫോംസ് ആക്ട്? ലാൻഡ് സീലിംഗ് ഇമ്പോസ് ചെയ്തു, ഹോം സ്റ്റെഡ് റൈറ്റ് വാസ് ഗ്രാൻഡഡ്, അഗ്രികൾച്ചർ ലേബർ ടെനൻസി അബോളിഷ് ചെയ്തു, പ്ലാന്റേഷൻസ് വെർ നോട്ട് എക്സംപ്റ്റഡ്. പ്ലാന്റേഷൻസ് എക്സംപ്റ്റ് ചെയ്തു നമുക്കറിയാലോ. അപ്പോൾ ഈ ഒരു പെരിഫറൽ ഐഡിയ മാത്രം മതി ലാൻഡ് റിഫോം എന്ന് പറയാനായിരുന്നു ഉദ്ദേശിച്ചത്. ദെൻ കേസുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതൊരു ഒരു ഒരു കൊട്ടേഷനാണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് തന്നത്. ഇത് ആരാണ് പറഞ്ഞത് എന്നാണ്. നമ്മളൊരു പുസ്തകങ്ങളിലോ കാര്യങ്ങളിലോ നമ്മളിതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നില്ല. ആരാണ് പറഞ്ഞതെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. നമുക്ക് എന്തായാലും നോക്കാം. ആൻസർ ദാന്ത്വാലയാണ്. പോവർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട എസ്റ്റിമേഷനൊക്കെ നടത്തിയ വ്യക്തിയാണ്. By and large, land reforms in India enacted so far and those contemplated in the near future are in the right direction, and yet due to lack of implementation the actual results are far from satisfactory. ആയിട്ട് റിസൾട്ട് ലാൻഡ് റിഫോമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ വന്നില്ല എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ML ദാന്ത്വാലയാണത് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് കേസ് പേപ്പറിൽ തന്നെ ചോദിച്ച മറ്റു ക്വസ്റ്റ്യനാണ് ലാൻഡ് റിഫോം എന്താണ്, താഴെ പറയുന്നവയിൽ എന്തല്ല ലാൻഡ് റിഫോമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കി എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് വിത്തിൻ ദ അഗ്രീറിയൻ സിസ്റ്റം. നമ്മൾ പഠിച്ചു അഗ്രീറിയൻ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള നല്ല ബന്ധം ഉണ്ടാക്കുക, അതുവരെയുള്ള മോശം ബന്ധങ്ങളെല്ലാം എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത്. റിമൂവൽ ഓഫ് ഇംപിഡിമെൻറ്റ്സ് റൈസിംഗ് ഫ്രം അഗ്രീറിയൻ സ്ട്രക്ചർ ഫോർ ഇംപ്രൂവ്ഡ് പ്രൊഡക്ഷൻ, പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളത് നമ്മൾ പഠിച്ചു. കൺസോൾട്ടേഷൻ ഓഫ് ഹോൾഡിംഗ് ഒബ്വിയസ്ലി ഒരു ലക്ഷ്യം തന്നെയായിരുന്നു. ദെൻ പ്രൊവിഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ടു റൂറൽ പൂർ, അത് ലക്ഷ്യമാണോ? അല്ല. എംപ്ലോയ്മെൻറ്റ് കൊടുക്കുക എന്നുള്ള ലക്ഷ്യമല്ല, എല്ലാവർക്കും ലാൻഡ് ലഭ്യമാക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഈസി ആയിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെയും കേസ് പോലൊരു ടഫായിട്ടൊരു എക്സാമിന് ചോദിച്ചിട്ടും ലാൻഡ് റിഫോമായിട്ട് ബന്ധപ്പെട്ട ലക്ഷ്യമാണ് ചോദിച്ചത്. അപ്പം ആ ലക്ഷ്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി 2022 തഹസീൽദാർ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കി. കേരള ലാൻഡ് റിഫോം ആക്ട് പാസ്ഡ് ബൈ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓൺ, നമ്മൾ പഠിച്ചു 1969 അച്യുത മേനോൻ ഗവൺമെൻറ്റാണ് പാസ്സാക്കിയത്. 1970 തൊട്ട് നിലവിൽ വന്നു നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് UPSC പ്രിലിംസ് 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കണ്ടോ. വിത്ത് റെഫറൻസ് ടു ലാൻഡ് റിഫോംസ് ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? ദ സീലിംഗ് ലോ വെയർ എയിംഡ് അറ്റ് ഫാമിലി ഹോൾഡിംഗ്സ് ആൻഡ് നോട്ട് ഇൻഡിവിജ്വൽ ഹോൾഡിംഗ്. ഇൻഡിവിജ്വലിനും നമുക്കിപ്പോൾ കേരളത്തിൻ്റെ കണ്ടീഷൻ വെച്ചായാലും നമുക്ക് നോക്കാം. ഇൻഡിവിജ്വലിനും ഹോൾഡിങ്സിന് ഇപ്പം നമുക്ക് 7.5 സെൻറ്റ് നമ്മൾ പഠിച്ചു. അപ്പോൾ അതുപോലെ ഫാമിലിക്കും ഹോൾഡിംഗ് മാക്സിമം സീലിംഗ് ലിമിറ്റ് കൊണ്ടുവന്നു. ദ മേജർ എയിം ഓഫ് ലാൻഡ് റിഫോംസ് വാസ് പ്രൊവൈഡിങ് അഗ്രികൾച്ചറൽ ലാൻഡ് ടു ഓൾ ലാൻഡേഴ്സ്, അത് ശരിയാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിരുന്നു, ഇത് ശരിയാണ്. ഇറ്റ് റിസൾട്ടഡ് ഇൻ കൾട്ടിവേഷൻ ഓഫ് ക്യാഷ് ക്രോപ്സ് എസ് പ്രിഡോമിനൻറ്റ് ഫോം ഓഫ് കൾട്ടിവേഷൻ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പ്ലാന്റേഷൻ ക്രോപ്സൊക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ആക്ട് കാരണമായി എന്നുള്ളതാണ്. പക്ഷേ ഇതല്ലായിരുന്നു അതിൻ്റെ മേജർ എയിം. ലാൻഡ് റിഫോംസ് പെർമിറ്റഡ് നോ എക്സംഷൻസ് ഓൺ ദ സീലിംഗ് ലിമിറ്റ്. എക്സംഷൻ ഉണ്ടായിരുന്നല്ലോ പ്ലാന്റേഷൻസിന്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, ഇൻഡസ്ട്രിക്കൊക്കെ എക്സംഷൻ കൊണ്ടുവന്നു. ഇതും തെറ്റാണ്. ഇവിടെ ആകെക്കൂടെ നമുക്ക് ശരിയെന്ന് പറയാൻ പറ്റുന്നത് ദ മേജർ എയിം ഓഫ് ലാൻഡ് റിഫോംസ് വാസ് പ്രൊവൈഡിങ് അഗ്രികൾച്ചറൽ ലാൻഡ് ടു ഓൾ ലാൻഡേഴ്സ്, ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി കൊടുക്കുക എന്നുള്ളതായിരുന്നു മേജർ ലക്ഷ്യം. അപ്പോൾ ഇത്രയും ചോദിച്ച ക്വസ്റ്റ്യൻസിൽ നിന്ന് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഒരു ഓൾ ഇന്ത്യ പെർസ്പെക്റ്റീവിൽ നിന്നാണെങ്കിൽ ലാൻഡ് റിഫോമായിട്ട് ബന്ധപ്പെട്ട മുമ്പ് എന്തായിരുന്നു ബ്രിട്ടീഷേഴ്സിൻ്റെ സമയത്തുള്ള ജമീന്ദാരി റൈറ്റ് വാരി സെറ്റിൽമെൻറ്റിൻ്റെ കാര്യം മനസ്സിലാക്കുക. കാരണം അത് ഏത് എക്സാമിനും റിലവൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആ സ്റ്റെപ്സ്, അബോളിഷൻ ഓഫ് ജമീന്ദാരി സിസ്റ്റം, അതുപോലെ ടെനൻസി റൈറ്റ് കൊണ്ടുവരിക, ലാൻഡ് സീലിംഗ് കൊണ്ടുവരിക, ലാൻഡ് കൺസോൾഡേറ്റ് ചെയ്യുക എന്നുള്ള ഈ ഒരു സ്റ്റെപ്പ് മനസ്സിലാക്കുക. ഭൂദാൻ ഗ്രാമദാൻ മൂവ്മെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ട്രാവൻകൂറുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ, പാട്ടം പ്രൊക്ലമേഷൻ 1865, ജന്മി കുടിയാൻ ആക്ട് അല്ലെങ്കിൽ കാണാപ്പാട്ട പ്രൊക്ലമേഷൻ 1867, കണ്ടെഴുത്ത് വിളംബരം 1886, ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത രാജാക്കന്മാരുടെ പേര് നോക്കുക. ഇനി കേരളം സ്വതന്ത്രമായതിനു ശേഷമുള്ള 1869 73 അച്യുതമേനോൻ മിനിസ്ട്രിയുടെ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിനുള്ളിൽ എന്താണ് പറയുന്നത് എന്ന് മാത്രം നോക്കുക. മറ്റുള്ളതിൻ്റെ വർഷം നോക്കുക. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് അധികം ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു.